അണ്ണ എല്ലാരും ഉണ്ടല്ലോ. ഞാൻ കണ്ട്. ഇനിയിപ്പോ തുടങ്ങുമല്ലേ. ആ ഹലോ, MLA എന്നെ കിടന്ന് വിളിച്ചോണ്ടിരിക്കുക. ഞാൻ ഇതുവരെയായിട്ട് ഫോൺ എടുത്തിട്ടില്ല. മന്ത്രിസഭ പിടിച്ചു നിർത്തുന്ന എന്റെ ഉത്തരവാദിത്വം അല്ലേ? ഓ ശരി ശരി, ഞാൻ വിളിക്കാം അങ്ങോട്ട്. ഹലോ. കൊടുക്കാം. അണ്ണാ പഞ്ചായത്ത് വേണ്ടി വെള്ളമില്ല. ബക്കറ്റ് ഇന്നേരത്തെ അങ്ങോട്ട് ഒഴിക്കാൻ പറയടാ. കുറച്ചു നേരം ഓഫ് ചെയ്ത് വെച്ചേ സാമാനം. പാർട്ടിയുടെ ഉന്നതനായ നേതാവെന്ന നിലയിൽ എനിക്കെതിരെ ആരോപണങ്ങൾ വരാം. അത് സ്വാഭാവികം അല്ലേടാ? വരാം. 4 നമ്പർ വാർഡിലെ 4 പേർക്കല്ലാതെ മറ്റാർക്കും തന്നെ അറിയാവൂ. പിന്നെ താൻ എങ്ങനെ ഉന്നതനായത്? എടോ, തന്നെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ തന്നെ ചൊരിക്കല്ലേടോ തനിക്ക്. എടോ, ജനങ്ങൾക്കിടയിൽ നിന്ന് വളർന്നു വന്ന നേതാവാണിത്. ഇത് സ്ത്രീജനങ്ങൾക്കിടയെന്നായിരിക്കും. ഞങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന കേട്ടോ. ഈ അമ്മടി ചേച്ചിയുടെ വീട്ടിൽ നിന്ന് നീല നിക്കറും അരമുണ്ട് കൊടുത്തോണ്ട് ഇറങ്ങി ഓടിയ നാട്ടി മൊത്തം പാട്ടാ. ചേച്ചി അവർക്കാണെങ്കിൽ നാട്ടിലെ എല്ലാ പാർട്ടിയിലും മെമ്പർഷിപ്പ് ഉണ്ട്. ഇവര് ചിലപ്പോൾ വോട്ട് പിടിക്കാനോ കയറി പിടിക്കാനോ പോയതായിരിക്കും. നിങ്ങൾ ശരിക്കും ആരോപിക്കുന്ന പോലെ ഒരു കേറിപ്പിടുത്തം ഇവിടെ നടന്നിട്ടില്ല. അതിനെല്ലാത്തിനും സാക്ഷിയായി ഇതാ ഇവരുണ്ട്. നേതാവ് ആദ്യമേ കയറി പിടിച്ചിട്ടില്ല. അത് ഞാൻ കണ്ടോണ്ടിരിക്കുക. പിന്നെന്തുവാ നടന്നെന്ന് ഈ ചർച്ച മുമ്പോട്ടുണ്ടോ എനിക്കൊരു താല്പര്യമില്ല. പാർട്ടി ഉടൻ തെരഞ്ഞെടുപ്പ് തീരുമാനം എടുക്കണം. ഇതുപോലൊരു ആവാസന സ്ഥാനാർത്ഥിയാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. എൻ്റെ അണ്ണനെ പോലെ നല്ല മാതൃകയായിട്ടുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കണം. അമ്മണി ചേച്ചിയുടെ കയ്യിൽ നിന്നും പരാതി കിട്ടാത്ത പക്ഷം ഞാൻ വെറും ഒരു കുറ്റാരോപിതൻ മാത്രമാണ് അല്ലടാ? എന്റെ നേതാവിനെ അങ്ങനെ തളർത്താൻ നോക്കണ്ട. അമ്മണി ചേച്ചി അങ്ങനെ പരാതി ഒന്നും കൊടുക്കുന്ന ഒരു ടൈപ്പ് അല്ല. അമ്മണി ചേച്ചി പരാതി ഒഴിച്ച് വേറെ എന്തും കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ആ തെറ്റിദ്ധാരണ അങ്ങ് മാറ്റണമെന്നാ അമ്മണി ചേച്ചി വിളി. അണ്ണാ വിളി, ഇങ്ങനെ സ്പീക്കർ ഇടണ്ണ അങ്ങോട്ട്. ഹലോ, ഇന്നലെ വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ലല്ലോ, കള്ളൻ. അപ്പൊ നീ അമ്മണിയായിട്ട് ഇടപാടുണ്ടാ? അമ്മണി സിനിമാറ്റിക് യൂണിവേഴ്സ് എല്ലാരെയും തൂക്കിയ സ്ഥിതിക്ക് അമ്മണി ചേച്ചിയെ സ്ഥാനാർത്ഥിയാക്കണം. ഇപ്പം എല്ലാവർക്കും സമ്മതമാണെങ്കിൽ നമുക്ക് കൈയടിച്ചങ്ങ് പാസ്സാക്കാം. ആ തൂക്കിയണ്ണ കൈയടിച്ച് വിട്ടേക്ക്. എന്നാലും നിങ്ങൾക്ക് എൻ്റെ അടുത്തെങ്കിലും ഒന്ന് പറയായിരുന്നു. അമ്മണി അല്ലടാ, പൊട്ടിച്ച പശയും പോസ്റ്ററും മിച്ചമായി പോയില്ലേ? സാരമില്ലണ്ണ, അടുത്ത ഇലക്ഷൻ പിടിക്കാം. നീ പിടി വേണ്ട, ബാ പോവാ.